إنا لله وإنا إليه راجعون إنا لله وإنا إليه راجعون إنا لله وإنا إليه راجعون ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي اللهم اغفر له وارحمه مرحوم أبو بكر نور الله مرقده واعف عنه وعافه وأكرم نزله ووسع مدخله وعثله بالماء والثلج والبرد ونقه من خطايا كما نقيت الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة واعذه من عذاب القبر أو من عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات حينا ربنا بالسلام وأدخلنا دار السلام اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ, ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹളറത്തിൽ വെച്ചുള്ള ഈ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്ര തിരിക്കേണ്ടവരാണ്. നമ്മുടെ പ്രിയപ്പെട്ട സ്വാബിറവുമ്മയുടെ വന്യപിതാവ് മർഹൂം അബൂബക്കർ നവ്വർ അല്ലാഹു മർഖദ ഇന്ന് നമ്മളോടൊപ്പമില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ആ യാത്ര മനോഹരമാവണമെങ്കിൽ നമ്മളുടെയെല്ലാം ശ്രദ്ധയും പരിഗണനയും മരണാനന്തരം മുതൽ 40 തികയുന്നതുവരെയും അനിവാര്യമാണ്. ഇത് നമുക്ക് വേണ്ടി നമ്മളുടെയെല്ലാം ആഖിബത്തിനു വേണ്ടിയും
നമ്മുടെയെല്ലാം അവസാന നിമിഷത്തിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ അടിമ. അതാരാണെങ്കിലും അവർക്ക് വേണ്ടി കുറഞ്ഞ സമയങ്ങൾ ചെലവഴിക്കുന്നത് അള്ളാഹു നമ്മളെ നോക്കിക്കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും മരണപ്പെട്ടാൽ, പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സ്വാബിറ ഉമ്മയുടെ കുടുംബത്തോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തവർ വളരെയധികം തളർന്നിരിക്കുന്ന നിമിഷമാണ്. എന്നാൽ ഈ തളർന്നിരിക്കുന്ന നിമിഷത്തിൽ തന്നെ ധാരാളം നന്മകൾ ചെയ്താൽ അവർക്ക് വലിയ നേട്ടമാണുള്ളത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ പോലും നമ്മുടേതാണെന്ന് അവകാശം പറയാൻ നമുക്ക് കഴിയാത്തൊരു ദിവസം വരാനിരിക്കുന്നു. എല്ലാം റബ്ബിൻ്റേതാണ്, റബ്ബിലേക്കാണ് മടങ്ങേണ്ടത് എന്ന പല അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ പല രൂപത്തിലും പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും നമ്മൾ അനുഭവിച്ച് അറിയാറുണ്ട്. നമ്മുടെയൊക്കെ ഈമാൻ വർദ്ധിക്കാനും തഖ്വ വർദ്ധിക്കാനും കൂടുതൽ ഇബാദത്തുമായി ബന്ധപ്പെടാനും ഒക്കെയുള്ള ചില അടയാളങ്ങളാണ് ചിലരുടെയൊക്കെ വിയോഗം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടപ്പെട്ടവരാര് മരണപ്പെട്ടാലും തളരുകയും കരയുകയും മാനസികമായി വിഷമിച്ചിരിക്കുന്ന, ഒരിക്കലും പിരിയാൻ കഴിയാത്ത മാതാവോ പിതാവോ ഭർത്താവോ ഭാര്യയോ മക്കളോ ആവാം നമ്മളിൽ നിന്നുമുള്ള വേർപാട് താങ്ങാൻ കഴിയാത്ത നിമിഷം. ഈ സാഹചര്യത്തിൽ അതിനെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ സമയവും സൽക്കർമ്മവും മരണാനന്തരം മുതൽ 40 തികയുന്നതുവരെയാണ്. ഈ സമയങ്ങളിൽ പ്രിയപ്പെട്ട കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മരണപ്പെട്ടവർ കുതിച്ചു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് നാം ചെയ്യേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് സൂറത്തു യാസീൻ. എല്ലാ ദിവസവും നമ്മൾ ഒരു സൂറത്ത് യാസീനെങ്കിലും പാരായണം ചെയ്താൽ 40 ദിവസമാകുമ്പോഴേക്കും 40 യാസീൻ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അതിൽ ഖബറിൽ ഉപകാരപ്പെടുന്ന മറ്റൊരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. അങ്ങനെ ഈ 2 സൂറത്തുകളും കഴിവിൻ്റെ പരമാവധി നമുക്ക് ഓതാൻ പറ്റുന്ന സമയത്ത് ഓതിക്കൊണ്ട്, ഒന്നിലധികം ഓതിക്കൊണ്ട് 40 തികയുമ്പോഴേക്കും 40 സൂറത്തും 40 തവണ പൂർത്തിയാക്കുന്നൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനു പുറമെ സൂറത്തുൽ ഫാത്തിഹ മരണപ്പെട്ടവർക്ക് ഏറെ ഗുണം ചെയ്യുന്ന സൂറത്താണ്. അതിനു പുറമെ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം നമുക്ക് പാരായണം ചെയ്യാൻ പറ്റും. ഓരോ ദിവസവും നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച്, ഓരോ നിസ്കാരത്തിന് ശേഷമാവാം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്താവാം, ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ 10 തവണ ഓരോ ദിവസവും ഓതിക്കഴിഞ്ഞാൽ 40 തികയുമ്പോൾ നിങ്ങൾക്ക് ധാരാളം ഫാത്തിഹയും ധാരാളം ഇഖ്ലാസും നമുക്ക് ലഭിക്കും. ഒരു 10 ഫാത്തിഹ 10 ഇഖ്ലാസ് ഒരു ദിവസം ഓതിയാൽ 40 ദിവസമാകുമ്പോൾ എത്ര ലഭിക്കും? എന്നാൽ 10 എന്നുള്ളത് 20 ആയാൽ ഈ രൂപത്തിൽ പല തുള്ളിപ്പെരുവെള്ളം എന്ന നിരക്ക് കഴിവിൻ്റെ പരമാവധി ഫാത്തിഹയും ഇഖ്ലാസും അധികരിപ്പിക്കുക. അതിനേക്കാളും ഉപരി നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ദിക്റും ഇസ്തിഗ്ഫാറും. സ്വലാത്ത് ചൊല്ലുന്നത് പോലെ വളരെ ചെറിയ സീറയാണ് ഇത്. നാം ധാരാളം പാരായണം ദിക്റുകൾ ചൊല്ലുക, കൂട്ടത്തോടെയും അല്ലാതെയും നമ്മൾ നിർവഹിക്കുക. ഒരു ദിവസം കുറഞ്ഞത് 100 ദിക്ർ 100 ഇസ്തിഗ്ഫാർ അവർക്ക് വേണ്ടി ചൊല്ലാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ പറയപ്പെട്ട സൂറത്തു യാസീനും സൂറത്തുൽ മുൽക്കും സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും ദിക്റും ഇസ്തിഗ്ഫാറും, ഈ പറയുന്ന കാര്യങ്ങൾ അവിടുത്തെ വിയോഗത്തിന് ശേഷം തുടങ്ങി 40 തികയുമ്പോഴേക്കും നിങ്ങളെല്ലാവരും ചൊല്ലി അതിൻ്റെ കണക്കുകളൊക്കെ പ്രിയപ്പെട്ട സ്വാബിറ ഉമ്മയെ ഏൽപ്പിച്ചാൽ നമുക്ക് പരിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ച് 40ൻ്റെ മജ്ലിസിൽ നമുക്ക് പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഉപ്പാക്ക് വേണ്ടി ദുആറക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതും പരിശുദ്ധ റമളാൻ മാസത്തിൽ നമുക്കത് നിർവഹിക്കാൻ കഴിയും. അൽഹംദുലില്ലാ. നമുക്ക് നികത്താനാവാത്ത തീരാ നഷ്ടമാണെങ്കിലും ആ ഉപ്പയുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പ്രവർത്തിക്കണം. അതിലൊന്നാമത് നമ്മൾ ചെയ്യേണ്ടത് നാവ് കൊണ്ട്, നമ്മുടെ ഖൽബ് കൊണ്ട്, തസ്ബീഹ് മാല കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അതാണല്ലോ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ആ കൂട്ടത്തിൽ ഖത്മുൽ ഖുർആനും പറ്റുമെങ്കിൽ 40 തികയുമ്പോഴേക്കും ഒരു ഖത്മ് ഒരാൾ തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തീർക്കുക. ഇനി മറ്റൊരു വഴിയും കൂടിയുണ്ട്. കൂട്ടത്തിൽ ഓരോ ജുസുകളെ ഏറ്റെടുത്തുകൊണ്ട് 30 പേർ ഒരു ഖത്മ് തീർക്കുന്ന സംവിധാനത്തിൽ 15 പേർ ഈ 2 ജുസു വെച്ച് അങ്ങനെയും സാധിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം സാമ്പത്തികപരമായി
സ്വതക്ക നൽകിക്കൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഖബറാളികളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അത് സ്വതക്കകളായിട്ട് നൽകാം, ഖുർആൻ വഖഫുകളായിട്ട് നൽകാം. അങ്ങനെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നന്മകൾ ഏതെല്ലാം രൂപത്തിൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊന്നും സാധിക്കാത്തവർക്ക് ഏറ്റവും മനോഹരമായ കാര്യമാണ് നാവ് കൊണ്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ എന്തു ചെയ്താലും ഖുർആൻ ഒരു ദിക്ർ ചൊല്ലിയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നമ്മൾ ആർക്കെങ്കിലും ചൊല്ലിയാൽ അവർക്ക് ലഭിക്കുന്നത് എത്രയാണോ അതിലൊരു കുറവ് വരാതെയും നമ്മുടെ ഖബറിലേക്കും അത് ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല നിയ്യത്തോടു കൂടി ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട ഫാബർ ഉമ്മയുടെ കുടുംബത്തിന്, മക്കൾക്കെല്ലാം ക്ഷമയും സമാധാനവും നൽകട്ടെ. ആ ഉമ്മ പരിശുദ്ധ മദീനയിൽ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് കണക്കുകളില്ല. അത്രമേൽ പരിശുദ്ധ മദീനയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ധാരാളം ഖുർആനുകൾ വഖഫ് ചെയ്ത് അവരിലൂടെ ധാരാളം ആളുകൾ ഖുർആൻ വഖഫ് ചെയ്തു. അതൊന്നും വെറുതെയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി. ഈ മജ്ലിസിൽ പങ്കെടുക്കാൻ തൗഫീഖ് ലഭിച്ച ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ഈ മജ്ലിസിൽ വെച്ച് ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരു ഹദറത്തിൽ വെച്ച് പ്രത്യേകം ദുആറക്കുമെന്ന വസിയത്താണ് ഞാൻ അറിയിക്കുന്നത്. ആ കൂട്ടത്തിൽ അവിടുത്തെ വിയോഗത്തിന് ശേഷം പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്നുള്ള മയ്യിത്ത് നമസ്കാരവും മുത്തുനബി തങ്ങളുടെ തിരു ഹദറത്തിൽ പോയുള്ള ദുആകളുമെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആ ഉപ്പയ്ക്ക് വേണ്ടി ധാരാളം നന്മകൾ ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം പ്രത്യേകം മനസ്സിൽ കരുതിക്കൊണ്ട് ദുആ ചെയ്യും. നല്ല ആത്മാർത്ഥതയോടുകൂടി ആമീൻ പറയുക. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ഹഖ് നബിയിൽ മുസ്തഫ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر له وارحمه مرحوم أبينا أبو بكر نور الله مرقده واعف عنه وعافه وأكرم نزله ووسع مدخله وعثله بالماء والثلج والبرد ونقه من خطايا كما نقيت الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر أو من عذاب النار. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا رب العالمين. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. رحمن رحيم يا ملك الجبار يا ملك الملوك يا راج السيد يا الله. ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുഹദറത്തിൽ വെച്ചുള്ള ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഭൂമിയിൽ ഇത്ര മനോഹരമായ സ്ഥലം, ഇത്ര ഇജാബത്ത് കിട്ടുന്ന മറ്റൊരു സ്ഥലം വേറെ ഇല്ലല്ലോ അല്ലാ. മുത്തുനബി തങ്ങൾ ശഫാഅത്ത് ചെയ്യുമെന്ന് പഠിപ്പിച്ച മനോഹരമായ മദീന മുനവ്വറയിൽ നിന്നുള്ള ഈ ദുആ ആ ഉപ്പയുടെ ഖബറിൽ നീ എത്തിക്കണേ അല്ലാ. ഉപ്പയെ മദീന നിവാസിയാക്കണേ അല്ലാ. ജന്നത്തുൽ ബഖീ എൻ്റെ ഹുലുകാരാക്കണേ അല്ലാ. ആ ഉപ്പയ്ക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യാൻ ഈ വിനീതന് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ അല്ലാ. അവിടുത്തെ വിയോഗം ഞങ്ങളുടെ ഖൽബിൽ താങ്ങാൻ കഴിയുന്നില്ല അല്ലാ. കണ്ടിട്ടില്ലെങ്കിലും റബ്ബേ ഹൃദയത്തിൽ സ്വന്തം പിതാവിനെ പോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ ചേർന്നു പോയി റഹ്മാനെ. അല്ലാഹുവേ നീ ആ ഉപ്പയുടെ ഖബറിടം മദീന മുനവ്വറയുടെ നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാ. ആ ഉപ്പയുടെ മരണാനന്തരം മുതൽ മക്കളാകുന്ന ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും
ഖുർആൻ വഖഫുകളും ദാനധർമ്മങ്ങളും സ്വതക്കകളും അല്ലാഹുവേ ഇഫ്താറുകളടക്കം ആ ഉപ്പയുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രകാശത്തെ നീ എത്തിക്കണം റഹ്മാനെ. നീ എത്തിച്ചു കൊടുക്കണേ അല്ലോ, നീ എത്തിച്ചു കൊടുക്കണേ അല്ലോ. ഞങ്ങൾക്ക് ധാരാളം മജ്ലിസുകൾ ഉപ്പയുടെ പേരിൽ നടത്താൻ തൗഫീഖ് നൽകണേ അല്ലോ, തൗഫീഖ് നൽകണേ അല്ലോ, തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ എല്ലാ ആണ്ടുകളും നല്ല പ്രൗഢിയോടുകൂടി ഞങ്ങൾക്ക് നടത്താൻ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ അല്ലോ. പടച്ചവനെ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ അല്ലോ, സമാധാനം നൽകണേ അല്ലോ. ആ ഉപ്പ സഹിച്ച വേദനകളെ യാതനകൾ അതെല്ലാം ആസ്വദിക്കുകയാണ് ഇന്ന് ആ ഉപ്പ. അല്ലാഹുവേ ദിക്റുകളായും ശുക്റുകളായും അല്ലാഹുവേ ആ ഉപ്പയ്ക്ക് വലിയ സന്തോഷമുള്ള നിമിഷമാണ്. ആ ഉപ്പ ഇപ്പോൾ മുത്തുനബി തങ്ങളോടൊപ്പമാണെന്നുള്ള സന്തോഷമാണ്. എന്നാലും ഞങ്ങളുടെ കടമ നിർവഹിക്കുകയാണ്. ആ ഉപ്പയോർക്കുമ്പോൾ പ്രകാശപൂരിതമായ അല്ലാഹുവേ സ്വർണത്തെക്കാളും പ്രകാശിക്കുന്ന പരിശുദ്ധ റൗളാ ഷരീഫിലെ സ്വർണ്ണലിപികൾ കൊണ്ട് നിറഞ്ഞ ഖബറുകളായി ഞങ്ങളുടെ മനസ്സിൽ ഓടി വരികയാണ്. ഇന്ന് ആ ഉപ്പ സന്തോഷത്തിലാണ്. ഞങ്ങളുടെ സൽക്കർമ്മങ്ങളും ഉപ്പയ്ക്ക് വേണ്ടി സന്തോഷത്തോടുകൂടി സമ്മാനങ്ങൾ നൽകാനുള്ള ധൃതിയിലാണ്. ഖുർആനുകളായും ദിക്റുകളായും മറ്റു പല സൽക്കർമ്മങ്ങളായും സമ്മാനങ്ങൾ നൽകാൻ ഞങ്ങൾ വെമ്പൽ കൊള്ളുകയാണ്. ചൊല്ലുന്ന ദിക്റു ദുആകളെല്ലാം ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുഹളറത്തിലെത്തിച്ച് അവിടുത്തെ ശറഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് ആ ഉപ്പയുടെ ഖബറിലേക്ക് നൽകണേ യാ റസൂലല്ലാഹ്. അവിടുത്തെ അനുചരൻ സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നാമം കൊണ്ട് അനുഗ്രഹീതമായ പിതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നോട്ടം നൽകണം റഹ്മാനെ. ഖബർ വിശാലമാക്കണേ അല്ലാ. ആ ഉപ്പയുടെ മക്കൾക്കും മരുമക്കൾക്കും ചെറുമക്കൾക്കും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഈ മജ്‌ലിസ് കേൾക്കുന്നവർക്കെല്ലാം ആഫിയത്തും ആരോഗ്യവും റാഹത്തും സന്തോഷവും ബറക്കത്തും നൽകണേ അല്ലാ. പടച്ചവനെ എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഇടുക്കങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കാവൽ നൽകണേ അല്ലോ. ഈ മജ്‌ലിസ് കേൾക്കുന്നവർക്കെല്ലാം ബറക്കത്ത് നൽകണേ അല്ലോ, റാഹത്ത് നൽകണേ അല്ലോ, സന്തോഷം നൽകണേ അല്ലോ, ഇസ്സത്ത് നൽകണേ അല്ലോ, ഇല്ലത്തിലാക്കല്ലേ അല്ലോ. എല്ലാവർക്കും ഖൈർ നൽകണേ അല്ലോ. പരിശുദ്ധമാക്കപ്പെട്ട മാസമാണ് ഞങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമദാനിനെ വരവേറ്റുകൊണ്ട് ഇബാദത്ത് കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും സദഖ കൊണ്ടും ഇഫ്താറുകൾ കൊണ്ടും അലങ്കരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലോ. പടച്ചവനെ പരിശുദ്ധ റമദാൻ മാസത്തിൽ ധാരാളം ആളുകൾ മുത്തുനബി തങ്ങളുടെ ഹദറത്തിൽ ഖുർആൻ വഖഫ് ചെയ്യാനിരിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ഈ മജ്‌ലിസിൻ്റെ ബറക്കത്ത് നൽകണേ അല്ലോ. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ പരിശുദ്ധ മദീന മുനവ്വറയിലോ പരിശുദ്ധ മക്കത്തുൽ മുക്കറമയിലോ എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്താൽ അത് 1000-ഉം 10,000-ഉം ലക്ഷക്കണക്കിന് ഇരട്ടി പ്രതിഫലമാണ്. അത് ദുനിയാവിൽ എവിടെ ചെയ്താലും ലഭിക്കാത്ത മഹത്വമാണ്. അല്ലാഹുവേ പരിശുദ്ധ മദീനയിൽ ഖുർആൻ വഖഫ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നവരുണ്ട്. അല്ലാഹുവേ പരിശുദ്ധ റമദാനിൽ ധാരാളം സ്വതക്കകൾ നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവേ പരിശുദ്ധ മദീനയിൽ ഇഫ്താറിലേക്ക് നോമ്പ് തുറയിലേക്ക് ഒരു കാരയ്ക്ക് എൻ്റെ വകയാകണമെന്നാഗ്രഹിച്ച് ഓരോ റമദാനിലും ഹദിയകൾ നൽകുന്നവരുണ്ട്. അവർക്കെല്ലാം ഈ മജ്‌ലിസിൻ്റെ ബറക്കത്ത് നീ നൽകണേ അല്ലോ. അവർക്കെല്ലാം നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലോ. ഈ മജ്‌ലിസ് കേൾക്കുന്ന പലരും അല്ലാഹുവേ അതിൽ അർഹിക്കുന്ന അംഗങ്ങളാണ്. അഹ്ലുസുഫക്കാരുണ്ട്. പ്രതിമാസം പരിശുദ്ധ മദീനയിലേക്ക് സ്വതഖ നൽകുന്നവരുണ്ട്. അതെത്ര ചെറിയ ഹദിയയാണെങ്കിലും നീ അത് കബൂലാക്കണേ അല്ലോ, നീ സ്വീകരിക്കണേ അല്ലോ. ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുനോട്ടം നീ നൽകണേ അല്ലോ. ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലോ.
അഹ്ലുസ്സുഫയിലെ അംഗങ്ങൾക്ക് നീ റാഹത്തും സന്തോഷവും നൽകണേ അല്ലാ. അള്ളാഹുവെ അവരുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. ഭർത്താവിനും മക്കൾക്കും നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവരെ, ഞങ്ങൾ ദുആരക്കുന്നത് മുത്തുനബി തങ്ങളുടെ ഹളറത്തിലാണ്. ഇവിടെ കോടാനക്കോടി മാലാകമാരുള്ള സ്ഥലമാണ്. ദുആരക്കുമ്പോൾ ഞങ്ങളുടെ ഓരോ ദുആകൾക്കും ആമീനും റബ്ബേ ഏറ്റു ആമീൻ പറയുന്ന മാലാകമാരാണ്. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അള്ളാഹുവെ, എല്ലാവർക്കും നീ റാഹത്തും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. സുഖപ്രസവം നൽകണേ അല്ലാ. സ്വലിഹായ കൺകുളിർമയുള്ള സന്താനങ്ങളെ നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഉന്മേഷം നൽകണേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, റാഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി എല്ലാ നിലക്കും ബറക്കത്തും റാഹത്തും സന്തോഷവും എല്ലാവർക്കും നീ നൽകണം റഹ്മാനെ. മാതാപിതാക്കൾക്ക് നൽകണേ അല്ലാ. മക്കൾക്ക് നൽകണേ അല്ലാ. അനുജന്മാർ, ജ്യേഷ്ഠന്മാർ, സഹോദരിമാർ, ജ്യേഷ്ഠത്തിമാർ, കുടുംബങ്ങൾ, അയൽവാസികൾ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും നീ നൽകണേ അല്ലാ. പ്രത്യേകിച്ച് സ്വാബിറ ഉമ്മയുടെ കീഴിലുള്ള എല്ലാ മെമ്പർമാർക്കും നീ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് നൽകണേ അല്ലാ. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ലീഡറായി ഖുദ്മ ചെയ്യുന്ന പ്രിയപ്പെട്ട ലൈലുമ്മി, അല്ലാഹുവേ, നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. അവരുടെ കീഴിലുള്ള എല്ലാ ക്യാപ്റ്റന്മാർക്കും അഡ്മിന്മാർക്കും എല്ലാ മെമ്പർമാർക്കും നീ ആഫിയത്തും ആരോഗ്യവും ഈ മജ്ലിസിന് എന്തെല്ലാം ദുആ ചെയ്തിട്ടുണ്ടോ അവരുടെ കുടുംബത്തിനും അതർഹിക്കുന്നതാക്കണം റഹ്മാനെ. മഖ്ബൂലും മർദിയുമായ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, മദീന സിയാറത്ത് ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പരിശുദ്ധ മക്കത്തുൽ മുകറമയിൽ അല്ലാഹുവേ പോയിക്കൊണ്ട് റഹ്മാനെ ഉംറ ചെയ്ത് അതിൻ്റെ പ്രതിഫലം സമർപ്പിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാൻ. നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണം റഹ്മാൻ. നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈമാൻ സലാമത്ത് നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവാണ്. അല്പം സ്വലാത്ത് ചൊല്ലി നമുക്ക് ഈ മജ്ലിസ് അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വസിദ് വബാരിക് അലൈഹി. اللهم صل على محمد. اللهم صل عليه وسلم. 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 اللهم صل على محمد. يا رب صل عليه وسلم. اللهم صل على محمد. يا رب صل عليه وسلم. اللهم صل على محمد. يا رب صل عليه وسلم. اللهم صل على محمد. يا رب صل عليه وسلم. اللهم صل على محمد. يا رب صل عليه وسلم. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم.
اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.